നെടുമങ്ങാട് അമ്മയുടെ അറിവോടെ രണ്ടാനച്ഛൻ്റെ ക്രൂരമർദ്ദനത്തിനിരയായിട്ട് ഒരു കൊച്ചു കുഞ്ഞ് മരിച്ചുപോയി. ഈ ഒരു വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് വളരെയധികം ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ കൊച്ചു കുഞ്ഞിന് നീതി നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ കുട്ടിയെ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ നന്നായി നോക്കിയേനെ എന്ന് പറയുന്ന ഒരുപാട് കമൻസും അതിൽ കണ്ടു. വളരെയധികം സന്തോഷം തോന്നുന്നൊരു കാര്യം. പക്ഷേ ഈ ഒരു സമയം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ എത്രത്തോളം നമ്മളുടെ കുട്ടികളുടെ കാര്യത്തിൽ കെയർഫുള്ളാണ്, എത്രത്തോളം നല്ല ഒരു പാരൻ്റാണ് നമ്മളെന്നാണ്. ഞാനിതിനെക്കുറിച്ച് പറയാനായിട്ടുള്ള ഒരു എക്സ്പേർട്ടൊന്നും അല്ല, പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ശരിക്കും തോന്നി. അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇന്നലെ ഞാൻ ഹെലനയും കൂടി ഹോസ്പിറ്റലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഊബറിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ഒരു സ്കൂട്ടറിൽ കുട്ടിയുടെ അച്ഛനാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരനുണ്ട്. ഫ്രണ്ടിൽ കൊച്ചിനെ നിർത്തിക്കൊണ്ടാണ് പോകുന്നത്. സ്കൂട്ടറിൽ പോകുമ്പോൾ നമുക്കറിയാമല്ലോ, കൊച്ചുങ്ങളെ ഫ്രണ്ടിൽ ഇങ്ങനെ നിർത്തും. എന്നിട്ട് പാരൻറ്റ് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുന്നു. പുള്ളിക്ക് ഹെൽമെറ്റ് ഒന്നുമില്ല, തലയിൽ ഹെൽമെറ്റ് ഇല്ല, കുട്ടിക്കും ഹെൽമെറ്റ് ഇല്ല. അയാളാണെങ്കിൽ ഒരു ഫോൺ ഇങ്ങനെ ചെവിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ഫോണും വെച്ചുകൊണ്ട് അയാൾ കഥയും പറഞ്ഞ് കൊച്ചിനെയും വെച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. തൊട്ട് പുറകിൽ ഒരു വലിയ ലോഡൊക്കെ ആയിട്ടൊരു വലിയൊരു വണ്ടിയും പോകുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത്, പെട്ടെന്നൊരു ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ ഒരു സഡൻ സിറ്റുവേഷനോ വന്നു കഴിഞ്ഞാൽ അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആൻഡ് ആ കുട്ടിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അയാൾ എന്താണ് ചെയ്യുന്നത്? അത് കണ്ട് തൊട്ട് പുറകെ കുറച്ചൊന്ന് മുന്നോട്ട് പോയതേ ഉള്ളൂ, മറ്റൊരു കാഴ്ച കണ്ട് ഒരു ലേഡി അവരുടെ ഫ്രണ്ടിലും, അവരുടെ മോളാണെന്ന് തോന്നുന്നു, കുട്ടിയെ നിർത്തിക്കൊണ്ടു പോവുകയാണ്. ആ ലേഡിക്ക് ഹെൽമെറ്റ് ഉണ്ട്, കുട്ടിക്ക് ഹെൽമെറ്റ് ഇല്ല. അവരും ഫോണ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒറ്റ കയ്യിൽ വണ്ടി കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നു. എന്താ പറയുക, ഞങ്ങൾ കാറിലാണ് പോയിരുന്നെങ്കിൽ ഡാഷ് ക്യാമിൽ വിഷ്വൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രണ്ടിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്ത് MVD കണക്ട് ചെയ്ത് പണി വാങ്ങിച്ചു കൊടുത്തേനെ. ഇജാതി വിവരം കെട്ട ബോധമില്ലാത്ത അച്ഛനും അമ്മമാരും നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഭയങ്കര സ്കിൽഡാണ്, സംഭവമാണ്, എല്ലാമാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ എത്രത്തോളം കെയർഫുൾ ആവുന്നുണ്ട്? നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വണ്ടിയിൽ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എത്രത്തോളം കെയർഫുള്ളാണ്? 2 വീലറിൽ നിങ്ങൾ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിക്ക് ഹെൽമെറ്റ് വേണം. അതിപ്പോൾ നിയമപരമായിട്ട് നിർബന്ധം കൂടിയാണ്. രണ്ടാമത്തെ കാര്യം, പറ്റുമെങ്കിൽ കുട്ടിയെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് പോകാതിരിക്കുക. ഏറ്റവും സുരക്ഷിതമായ മാർഗ്ഗം എന്ന് പറയുന്നത് നിങ്ങളുടെ പുറകിൽ തന്നെയാണ്. കുട്ടിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന പ്രായമാണെങ്കിൽ അവൻ പിടിച്ചിരിക്കട്ടെ. അതല്ല എങ്കിൽ അതിൻ്റെ പുറകിലൊരു പാരൻറ്റോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളോ ഉണ്ടായിരിക്കണം. ഇൻസ്റ്റാഗ്രാമിലും മറ്റും ഞാൻ കണ്ടിരുന്നു, സ്കൂട്ടറിൽ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ സീറ്റിനോട് ഘടിപ്പിക്കാൻ പറ്റിയ ചൈൽഡ് സീറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ. ഒരു പക്ഷേ അതും ഉപകാരപ്പെട്ടേക്കും. പ്രത്യേകിച്ച് കുട്ടികൾ പുറകിലിരുന്ന് ഉറങ്ങിപ്പോവുകയാണെങ്കിൽ അതൊരു വലിയൊരു ഡേഞ്ചറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാം. ഇപ്പോൾ ചിലപ്പോൾ ബൈക്കിലൊക്കെ ആണെങ്കിലും കുട്ടികളെ പെട്രോൾ ടാങ്കിൻ്റെ ഫ്രണ്ടിലേക്ക് ഇരുത്തി കൊണ്ടുപോകുന്ന കാഴ്ചകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഹെൽമറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഓടിക്കാൻ അറിയായിരിക്കും, അപകടങ്ങൾ ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ നിങ്ങളുടെ കുഴപ്പം കൊണ്ട് അല്ലാതെ തന്നെ ഒരുപാട് അപകടങ്ങളുണ്ടാവും. ആക്സിഡൻറ്റ്സ് സംഭവിക്കുന്നത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമല്ല. ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ സേഫായിരിക്കും, പക്ഷെ അനുഭവിക്കുന്നത് മുഴുവനും ആ കുട്ടിയായിരിക്കും. അതുപോലെ തന്നെ കാറിൻ്റെ ഡാഷ് ബോർഡിൽ കുട്ടിയെ കിടത്തി കൊണ്ടുപോവുക, ഫ്രണ്ടിൽ ഇരുത്തി കൊണ്ടുപോവുക. കാറിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തരുത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടിയെ മടിയിലിരുത്തി ഫ്രണ്ടിലിരുത്തി കൊണ്ടുപോകും. ആക്സിഡൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് ആക്സിഡൻറ്റിൻ്റെ ഫോഴ്സ് ഭയങ്കര വലുതായിരിക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുട്ടി തെറിച്ചും ഫ്രണ്ടിലേക്ക് ഇടിക്കും, ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റും. ഇനി ഒന്നും പറ്റില്ല, നിങ്ങൾ കുട്ടിയെ ചേർത്ത് ഇങ്ങോട്ട് പിടിക്കും. ഈ സമയത്ത് വണ്ടി ഇടിക്കുമ്പോൾ വണ്ടിയിൽ എയർ ബാഗ് ഉണ്ടെങ്കിൽ എയർ ബാഗ് എക്സ്പ്ലോഡ് ചെയ്യും. അതൊരു 0.05 സെക്കൻഡിലാണ്, അതായത് ഒരു സെക്കൻഡിലും താഴെ സ്പീഡിലാണ് ഈ എയർ ബാഗ് എക്സ്പ്ലോഡ് ചെയ്യുന്നത്. എയർ ബാഗ് ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ നമ്മൾ കെട്ടിപ്പിടിക്കാനുള്ള സാധനമല്ല. അത് പടക്കോന്ന് മണ്ണടിച്ച് ഇങ്ങനെ വന്ന് നിന്നിട്ട് ദെൻ നമ്മൾ അതിലേക്ക് ഇടിച്ച് വന്ന് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അഡൾട്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും എയർ ബാഗ് തട്ടി പരിക്കുകളുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ എല്ലുകൾക്ക് പൊട്ടലുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ പല്ല് പൊട്ടാം, എന്ത് സംഭവിക്കാം. ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെടും. എയർ ബാഗിന് അങ്ങനൊരു ഗുണമുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ദോഷവും ഉണ്ട്. എങ്കിലും നമ്മൾ പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ കുഞ്ഞിനെ ചേർത്ത് പിടിക്കും. എയർ ബാഗ് പൊട്ടി വരുമ്പോൾ കുഞ്ഞ് നമ്മുടെയും എയർ ബാഗിൻ്റെയും ഇടയിൽ പെട്ടുപോകും. പിന്നീട് കുഞ്ഞ് ജീവനോടെ ഉണ്ടാവുമെന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അനുഭവിക്കാൻ പോകുന്നത് ആ ഒരു പിഞ്ചു കുഞ്ഞാണ്. വിദേശ രാജ്യങ്ങളിൽ കാറുകളിലൊക്കെ കുട്ടികൾക്ക് ചൈൽഡ് സീറ്റുണ്ട്, അത് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സാധനമില്ല. ദയവ് ചെയ്ത് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറിൽ സ്വന്തമായിട്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങളൊരു ചൈൽഡ് സീറ്റ് നിർബന്ധമായിട്ടും കരുതണം. ഇനി അതെല്ലാം നിങ്ങൾ മറ്റൊരാളുടെ വണ്ടിയിൽ പോകേണ്ട ഒരു അവസരമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിൽ കുട്ടിയെ പരമാവധി ഇരുത്താതിരിക്കുക, പരമാവധി ബാക്ക് സീറ്റിലിരുത്തുക. ഇപ്പോൾ നമുക്ക് നല്ലൊരു പാരൻറ്റിനെ വാർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. കാരണം ഓരോ ആൾക്കാരും ഓരോ സിറ്റുവേഷനിൽ നിന്ന്, ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. ഒരു പെർഫെക്റ്റ് പാരൻറ്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഇല്ല. അപ്പം
നമ്മുടെ എക്സ്പീരിയൻസിൽ കൂടെ തന്നെയാണ് അത് വരുന്നത്. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. അതിലൊന്നാണ് ഈ പറഞ്ഞ ഡ്രൈവിങ്ങിൻ്റെ സേഫ്റ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞ റോഡ് സേഫ്റ്റി. കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എമർജൻസി വന്നാൽ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു പോകുന്നൊരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിനായിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങൾ ലേൺ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ ചോക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കാം, തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങുകയാണ്. എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടത്? കൊച്ചു കുട്ടിയാണെങ്കിൽ നമുക്കിങ്ങനെ പുറത്തൊക്കെ തട്ടിയിട്ടും മറ്റും ആ ഭക്ഷണ പദാർത്ഥം പുറത്തേക്ക് കളയാം. പിന്നെ വേറെ മെത്തേഡ്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് CPR കൊടുക്കുക എന്ന് പറയുമ്പോൾ കുട്ടി ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോയി, സ്വിമ്മിംഗ് പൂളിൽ പെട്ടെന്ന് കുട്ടി വീണു, കുട്ടിയെ നമ്മൾ എടുക്കുന്നു, പക്ഷേ അവന് ശ്വാസവും ഇല്ല, ഹാർട്ട് ബീറ്റും ഇല്ല. ആ ഒരു സമയത്താണെങ്കിൽ CPR കൊടുത്താൽ കുട്ടിയെ രക്ഷിക്കാം. ഷോക്ക് അടിക്കുമ്പോഴും സിമിലർ സിറ്റുവേഷൻ ഉണ്ട്. ഇനി വേറെയും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സിമിലർ സിറ്റുവേഷൻസ് വരും. അപ്പോൾ നമ്മൾ CPR കൊടുക്കാൻ പഠിച്ചിരിക്കണം. കൊച്ചു കുട്ടിയാണെങ്കിൽ നമ്മൾ ഫുൾ കൈയെടുത്ത് പ്രഷർ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പേർട്സ്, ഇതിനുള്ള ട്രെയിനിങ് ക്ലാസ്സസ് തരുന്ന എക്സ്പേർട്സ് ഉണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് അത് അറ്റൻഡ് ചെയ്യാം. നമ്മുടെ ഫയർഫോഴ്സും പോലീസുകാരും ഉൾപ്പെടെ ഇതിനൊക്കെയുള്ള അവെയർനെസ് ക്ലാസ്സസും ട്രെയിനിങ് ക്ലാസ്സും ഒക്കെ എടുക്കുന്നുണ്ട്. നിങ്ങളിതൊക്കെ ഒന്ന് അന്വേഷിക്കുക, അറ്റൻഡ് ചെയ്യുക. കുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, മുതിർന്നവരുടെ കാര്യത്തിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിയുടെ ഹെൽത്ത് ഇൻഫർമേഷൻസ്. ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് ചെറുപ്പം മുതലേ പല അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഉണ്ടാവും, എടുത്ത് സൂക്ഷിച്ച് വെക്കുക. ദയവ് ചെയ്ത് അത് ഫയൽ ചെയ്ത് വെക്കുക. ഇത് ഭാവിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ ഭാവിയിൽ വരുന്ന ഓരോ മെഡിക്കേഷൻ റിക്വയർമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ, ഒരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രീവിയസ് ഹിസ്റ്ററി വളരെയധികം ആ കുട്ടിക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ അവന് വേണ്ട എമർജൻസി മെഡിസിൻസ് കാര്യങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കുട്ടികൾക്ക് പനി വരുമ്പോൾ ഉടനെ തന്നെ ഡോളോ എടുത്ത് കൊടുക്കരുത്, ഉടനെ തന്നെ ആൻറ്റിബയോട്ടിക്സ് കുട്ടിക്ക് നൽകരുത്. ബേസിക്കലി നിങ്ങൾ പീഡിയാട്രീഷ്യനായിട്ട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം കുട്ടിക്ക് മരുന്നുകളൊക്കെ നൽകുക. പക്ഷേ അവന് വേണ്ട എമർജൻസി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള മരുന്ന് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളത് ഗുഡ് പാരൻറ്റിങ് എന്ന് പറഞ്ഞിട്ട് കോഴ്സ് എടുക്കാൻ എനിക്കറിയില്ല. പക്ഷേ നമ്മളിപ്പം കുട്ടികളെ അനുസരിപ്പിക്കുന്നതിനായിട്ടോ ചില സമയത്ത് വഴക്ക് പറയും, ചില സമയത്ത് നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. സംടൈംസ് ഇറ്റ്സ് നോർമൽ. പക്ഷേ കൂടുതൽ അവസരങ്ങളിലും നമ്മൾ ഇൻഡയറക്റ്റായിട്ട് കുട്ടിയെ അബ്യൂസ് ചെയ്യുന്നുണ്ട് എന്നൊരു ഫാക്ടർ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള, നമ്മൾ ഇന്നും ഓർത്തിരിക്കുന്ന ചില മൊമെൻറ്റ്സ്, അച്ഛൻ്റെയോ അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ സിമിലർ സിറ്റുവേഷനിലോ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ആലോചിക്കും. നിങ്ങൾ ആ കുട്ടിയോട് അങ്ങനെയാണോ ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇപ്പോൾ സ്വന്തം കുട്ടിയാവണമെന്നില്ല, നമ്മുടെ പെങ്ങളുടെ കുട്ടിയായിരിക്കാം. എങ്ങനെയാണെങ്കിലും നമ്മൾ കുട്ടിയോട് പെരുമാറുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തന്നെ അനലൈസ് ചെയ്യുക. ഇപ്പോൾ കുട്ടിയുടെ അടുത്ത് ഒച്ചയെടുക്കുക, ഭീഷണിപ്പെടുത്തുക, ഫിസിക്കലി നല്ല ശക്തിയിലൊക്കെ തല്ലുക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു തെറ്റായ കാര്യമാണെന്ന് പാരൻ്റായിട്ടുള്ള നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. മറ്റുള്ളവരുടെ മുമ്പിൽ കുട്ടിയെ ഹ്യൂമിലേറ്റ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങളിത് ചെയ്തു പോകുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടെന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുട്ടികളുണ്ടാകുന്ന സമയത്ത് പാരൻസ് കടന്നു പോകുന്ന സ്ട്രെസ് ലെവൽ വളരെയധികമാണ്. പ്രത്യേകിച്ച് അമ്മമാർ. കുട്ടികളുണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പലരും കുട്ടികളെ കളിപ്പിക്കാൻ ഇഷ്ടമാണ്, കൊഞ്ചിക്കാൻ ഇഷ്ടമാണ്, സംഭവങ്ങളൊക്കെ ഓക്കെയാണ്. അത് കഴിഞ്ഞ് അവരങ്ങ് പോകും. പക്ഷേ കുട്ടിയെ കുടിപ്പിക്കണം, കുളിപ്പിക്കണം, അപ്പിടിപ്പിക്കണം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരുന്നത് അമ്മമാരാണ്. അതുമാത്രമല്ല, കുട്ടിയുടെ ഒരു ഫുൾ ടൈം മോണിറ്ററിങ്. കുട്ടി പാതിരാത്രി എഴുന്നേറ്റിരുന്ന കരയും, ആ സമയത്തും ഉറക്കമുളച്ചിരുന്ന് കുട്ടിയെ നോക്കണം. അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല, പലപ്പോഴും ജോലി സ്ഥലത്ത് നിന്നുള്ള പ്രഷർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അമ്മമാരാണ്. ഇവരുടെ ഈ ഒരു സ്ട്രെസ്സ് പലപ്പോഴും ഹസ്ബൻഡ്സ് കെയർ ചെയ്യാറുണ്ട്, കുറേയൊക്കെ അവർ ക്യാരി ചെയ്യും. പക്ഷേ പലരും അത് മൈൻഡ് ചെയ്യാത്തവരുണ്ട്. ഇനി നാട്ടുകാരാണെങ്കിൽ അമ്മയെ വളരെയധികം കുറ്റം പറയാറുണ്ട്. ഈ ഒരു സ്ട്രെസ് ടൈമിൽ ചിലപ്പോൾ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും കുട്ടികളോട് ചിലപ്പോൾ ഒച്ചയെടുത്തേക്കാം, അവരോട് ചൂടായേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ പ്രൊഫഷണൽ ഹെൽപ്പ്. നാട്ടുകാരോട് ചോദിക്കരുത്. നാട്ടുകാർ പ്രത്യേകിച്ച് ഓൾഡായിട്ടുള്ള അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ പറയും, ഞാനൊക്കെ ഒരുപാട് പെറ്റിട്ടതാ, നിനക്കൊക്കെ ജോലി കിട്ടിയതിൻ്റെയോ അല്ലെങ്കിൽ ഫോണൊക്കെ ഉള്ളതിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറയും. സോ ഒന്നും മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ കുട്ടി ആവുന്നതിന് മുമ്പ്, പാരൻ്റ് ആവുന്നതിന് മുമ്പും പാരൻ്റ് ആയതിനു ശേഷമൊക്കെ നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയാണെങ്കിൽ, ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറായിരിക്കും. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലുള്ള സംഭവങ്ങളൊക്കെ ഫാക്റ്റാണ്. പലരും അതിനെ എഴുതി തള്ളാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലരും മെൻ്റലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് അമ്മമാരുടെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.
അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടിയെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാണുന്നത്, അവൻ കൺസ്യൂം ചെയ്യുന്ന കോണ്ടൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ വളർച്ചയുടെ പാതയിലാണ്. വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് അവരുടെ പിൽക്കാലത്ത് വളരെയധികം അവർ ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കുന്ന സംഭവങ്ങളായിരിക്കും. അതുപോലെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലും അതിന് വളരെയധികം പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്തൊക്കെ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് പാരൻ്റ് ആയിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനായിട്ട് നിങ്ങൾ കുട്ടികളെ മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള മോണിറ്ററിങ് വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. ചില കുട്ടികൾക്ക് സംസാരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, ചിലർക്ക് ചില അലർജീസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നത് ചിലപ്പോൾ നിങ്ങൾ കുട്ടിയെ മോണിറ്റർ ചെയ്യുമ്പോഴായിരിക്കും. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കുട്ടിയുടെ കൂടെ കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യണം. ഈ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും പാരൻസിന് അവരുടേതായിട്ടുള്ള സ്പേസ് വേണം എന്നുള്ളൊരു ഫാക്ടറുണ്ട്. പക്ഷേ കുട്ടിയെ നമ്മൾ ഫോൺ കൊടുത്തിട്ട് മാറ്റിയിരുത്തുക എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. കുട്ടികൾ പാരൻസിനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. അവർ പാരൻസിൽ നിന്നാണ് ലേൺ ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടികൾ ഫോൺ ഉപയോഗിക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങളും അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ അച്ഛനും അമ്മയും പരമാവധി എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കുക. ഈ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ജോലി സ്ഥലത്തുള്ള കാര്യങ്ങൾ, വിശേഷങ്ങൾ, ഇവർ പരസ്പരം സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ കുട്ടിക്കും വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ തോന്നും. അങ്ങനെ അവനൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് വഴി കുട്ടികൾ നിങ്ങളോട് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയും. പിന്നെയുള്ളത് അവർ കാണുന്ന കോണ്ടൻറ്റ്സ്, ഇപ്പോൾ ഈവൻ കാർട്ടൂൺ ആണെങ്കിൽ പോലും വെറുതെ വെച്ച് കൊടുത്തിട്ട് പോകരുത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് കോർപ്പറേറ്റ്സിന് പൈസയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ അവർ കാർട്ടൂണിലാണെങ്കിൽ പോലും കുട്ടികളെ അഡിക്റ്റ് ആക്കുന്ന തരത്തിലുള്ള കാർട്ടൂൺസ് ഇറക്കുന്നുണ്ട്. കൊക്കോമെലൺ പോലുള്ള കാർട്ടൂൺസ് കുട്ടികളെ അറ്റൻഷൻ ഡെഫിസിറ്റ് ആക്കി മാറ്റുന്നുണ്ട് എന്ന സ്റ്റഡീസ് വരെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അവരിൽ അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കുട്ടികളുടെ പല ആ ഒരു ബേസിക് സ്കില്ല്, അവരുടെ അറ്റൻഷൻ ആണെങ്കിലും അവരുടെ മെമ്മറി ആണെങ്കിലും ഇതെല്ലാം നശിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള കാർട്ടൂൺസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ അത് അവർ കാണുന്ന കാർട്ടൂൺ എന്താണെന്നുള്ളത് കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്ന് കാണുക. അത് അവർക്ക് വേണ്ടതാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾ കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, അവർക്കൊരു മാതൃകയായിട്ട് മാറുക. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ബേസിക് ആയിട്ടുള്ള ക്ലീനിങ് സംഭവങ്ങൾ ലൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ പതുക്കെ അവർക്ക് ആ ഒരു സെൽഫ് കാര്യങ്ങൾ നോക്കാനായിട്ടുള്ളൊരു കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കുക. പിന്നെ കിച്ചണിലാണെങ്കിലും അവരെ ഉൾക്കൊള്ളിക്കുക, അവരെ പതുക്കെ പതുക്കെ കുക്കിംഗ് ഒക്കെ പഠിപ്പിക്കുക. ഇതൊക്കെ ഒരു സെൽഫ് എബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. കൂടാതെ മറ്റു പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങളും കൂടിയുണ്ട്. അക്കൗണ്ടിങ്, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, പിന്നെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തതിനെ പറ്റിയിട്ട് ഇതിനെയൊക്കെ കുട്ടികളെയും കൂടി ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് പാരൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അത് അവരുടെ ഭാവിയിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങൾ പണക്കാരുടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അവരിതൊക്കെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അവരുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും അവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്കും ആ ഒരു ടാലൻറ്റ് വേണം. നമുക്കിപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? നമ്മുടെ പാരൻസിന് അത് അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്കിന്ന് അറിയാൻ ഒരുപാട് വഴികളുണ്ട്. കുട്ടികൾക്കിത് പറഞ്ഞു കൊടുക്കാനുള്ള വഴികളുണ്ട്. നിങ്ങൾ അതിനും ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്കിൽസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ബേസിക് ഉള്ളത് പഠിപ്പിക്കുക, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, ബാക്കി അവർ നോക്കിക്കോളും. നോ ഇഷ്യൂസ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഡിജിറ്റൽ വേൾഡ്. ഈ ഒരു ഡിജിറ്റൽ വേൾഡിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ റിയൽ വേൾഡിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷനാണ് ഇപ്പോഴത്തെ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഒരാളെക്കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി. അയാൾ ഇന്ന ദിവസം എവിടെ പോയി, അയാൾ എന്തൊക്കെ ചെയ്യുന്നു, അയാളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സോഷ്യൽ മീഡിയയിൽ അറിയാം. അതായത് ആ ഒരു പേഴ്സൻ്റെ ഒരു ഡിജിറ്റൽ സെൽഫ് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ഡിജിറ്റൽ സെൽഫ് സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. ഇത് അയാളെ വളരാനും സഹായിക്കും, അയാളെ ഇല്ലാതാക്കാനും സഹായിക്കും. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ കാര്യം എടുത്ത് നമുക്കറിയാൻ പറ്റും. അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അവർക്കൊരു വളർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ്. പലപ്പോഴും ഉണ്ടാവുന്ന സിറ്റുവേഷൻസ്, അവരനുഭവിക്കുന്ന പ്രഷേഴ്സ് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ കുറേ കൂടി സ്ട്രോങ് ആണ്. ജെൻസീസൊക്കെ ആണെങ്കിലും നെഗറ്റീവ് കമൻസിനെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അവർ നേരിടുന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല. എന്നാൽ പോലും മെൻ്റലി അവർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ജെൻസീസ് മെൻ്റൽ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ജനറേഷനാണ്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വിഭാഗമായിട്ടും അവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അവർ അനുഭവിക്കുന്ന പ്രഷർ അത്രയധികമാണ്. പഴയ കാലത്ത് ജനിച്ചവർക്ക് യുദ്ധവും മറ്റും പട്ടിണിയൊക്കെ ആയിരുന്നു പ്രധാന പ്രശ്നമെങ്കിൽ ഇന്നത്തെ കാലത്തുള്ളവർക്ക് സർവൈവ് ചെയ്യുക എന്നത് തന്നെ വലിയൊരു പ്രശ്നമായിട്ട്, വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അത് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മുന്നോട്ടേക്ക് പോവുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഇവരും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിജിറ്റൽ സെൽഫ് അവരെ തകർത്ത് കളയാനായിട്ട് കെൽപ്പുള്ളതാണ്, ശക്തിയുള്ളതാണ്. കുട്ടികളെ
പരമാവധി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അധികം ഉൾക്കൊള്ളിക്കാതിരിക്കുക. അവരുടെ ലൈഫിനെ പരമാവധി പ്രൈവറ്റായിട്ട് വെക്കുക. നല്ല കുറച്ച് മൊമെൻറ്റ്സ്, ബർത്ത്ഡേയ്സോ അല്ലെങ്കിൽ സെലിബ്രേഷൻസോ ഒക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്തോളൂ. പക്ഷേ അല്ലാത്ത പക്ഷം പരമാവധി അവരുടെ ലൈഫിനെ നിങ്ങൾ പ്രൈവറ്റായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും പല പാരൻസും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ കുട്ടികളെ ടൂൾസായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണത്തിന് ചലഞ്ചസ്, ഗെയിംസ്, ഇതിലൊക്കെ കുട്ടികൾ ഉൾക്കൊള്ളിക്കാറുണ്ട്. മുട്ട തലയിലടിച്ച് പൊട്ടിക്കുന്ന ചലഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അത് നേരത്തെ പറഞ്ഞ അബ്യൂസീവ് കാറ്റഗറിയിൽ വരുന്നതാണ്. അവരുടെ മെൻറ്റാലിറ്റിയെ ബാധിക്കുന്ന, സ്വഭാവ രൂപീകരണത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഏറ്റവും വലിയ കോമഡി, സ്വന്തം ലൈഫിലെ ട്രോമയെക്കുറിച്ച് പറയുന്ന പാരൻസ് തന്നെയാണ് ഈ കുട്ടികളെ ടൂൾസായിട്ട് ഇത്തരം ട്രോമ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ കുട്ടികളെ വെച്ചിട്ട് വലിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. കുട്ടികൾ സ്റ്റാർസാണ്, സെലിബ്രിറ്റീസാണ്. കുട്ടികളായിരിക്കുമ്പോൾ പലർക്കും ഫാൻഷിപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. പൈസയും അവർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അവരുടെ ലൈഫ് സെറ്റിലായെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഭാവിയിൽ ഈ കുട്ടിക്ക് ഒരു കമൻറ്റ് വരുവാണ്, നിങ്ങൾ പണ്ട് ക്യൂട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത്രയും ഫോളോവേഴ്സ് ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന മെൻ്റൽ പ്രഷർ ഭയങ്കര വലുതായിരിക്കും. അതായത് നിങ്ങൾ ഇന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ആ സമ്പത്ത് അത്രയും ആ കുട്ടി ചിലപ്പോൾ ഭാവിയിൽ ആ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്തത് കൊണ്ട് സൈക്കോളജിസ്റ്റിനെ കാണാനും മെഡിക്കേഷനും മറ്റുമൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഭാവിയിൽ ആ ചാനൽ ചിലപ്പോൾ അവരുടെ ആ ഒരു മെഡിക്കൽ റിക്വയർമെൻറ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടാൻ പോകുന്നത്. പരമാവധി അവരുടെ ലൈഫ് ഒരു പ്രൈവറ്റ് ലൈഫാക്കുക. അവർക്കൊരു സെൽഫ് ഉണ്ടെന്നേ, അവരും ജനിച്ചു വന്നു, അവർ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതുപോലെ തന്നെ ലൈഫിനെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ അവരതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവരായിട്ട് ഡിസൈഡ് ചെയ്യട്ടെ, അവരായിട്ട് പോസ്റ്റ് ചെയ്യട്ടെ, അവർക്ക് അതിനുള്ളൊരു ഫ്രീഡം കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ട നല്ലൊരു ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്ന എത്ര പാരൻസ് ഉണ്ട്. കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ അവർക്ക് പലപ്പോഴും ചിലപ്പോൾ ഫ്രൈസോ അല്ലെങ്കിൽ പാക്ക്ഡ് ഫുഡ്സൊക്കെ മേടിച്ച് കൊടുക്കുന്ന പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഹെൽത്തി. കുട്ടിക്ക് നല്ല ഒരു ഫുഡ് സിസ്റ്റമാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. കുട്ടിയുടെ ആരോഗ്യം ചെറുപ്പത്തിൽ എത്രത്തോളം ബെറ്റർ ആവുന്നോ അത് ഭാവിയിലേക്ക് വളരെയധികം കുട്ടിയുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യും. കുട്ടിക്ക് വേണ്ടത് ഒരു ബാലൻസ്ഡ് മീലാണ് അല്ലെങ്കിൽ ഒരു സമീകൃത ആഹാരമാണ് എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് പാരൻസിന് അത് പ്രിപ്പയർ ചെയ്യാനും പാടില്ല, അതിനെക്കുറിച്ച് അറിയാനും ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ തന്നെ ഇഷ്ടംപോലെ നല്ല ഡയറ്റ് കാര്യങ്ങൾ, ലഞ്ച് ബോക്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ലേൺ ചെയ്യുക. ഒരു പെർഫെക്റ്റ് പാരൻറ്റിംഗ് ഒന്നും അല്ല ഞാൻ പറയുന്നത്. ബേസിക്കായിട്ട് എല്ലാ പാരൻറ്റും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പരമാവധി ചെയ്യാൻ ശ്രമിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പലർക്കും പാരൻറ്റിംഗ് ഇഷ്ടമാണ്, പക്ഷേ നമ്മൾ പലപ്പോഴും അതിൽ ഫെയിൽ ആവാറുണ്ട്. ആ ഫെയിലിയർ ചിലപ്പോൾ എത്തിച്ചേരുന്നത് പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള വാർത്തകളിലേക്കാണ്. പാരൻറ്റ് മാത്രമല്ല, നിങ്ങൾ അമ്മാവനായിക്കോട്ടെ, അപ്പൂപ്പനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സെൽഫായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇന്നലത്തെ ആ ഒരു വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം, ആ ഒരു സ്കൂട്ടർ ഇൻസിഡൻറ്റ് പറഞ്ഞുള്ളത് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കര ഷോക്ക്ഡായി. പ്ലസ് ഈ ഒരു വാർത്തയും കൂടി ആയി കഴിയുമ്പം ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ല റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം അതിനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഫ് യു വാണ്ട് ടു, നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പൊക്കെ നേടുക, എന്നിട്ട് ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുക, എന്നിട്ട് ആ കുട്ടിയെ നല്ല രീതിയിൽ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക. തീർച്ചയായിട്ടും ആ കുട്ടിയും നിങ്ങളോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. എനിവേ, നെടുമങ്ങാടുള്ള വിഷയത്തിൽ ആ രണ്ടാനച്ഛൻ അല്ലെങ്കിൽ അഷ്കർ എന്ന് പറയുന്ന ആ വ്യക്തി, അവൻ്റെ കൂടുതൽ ക്രൂരതകളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ആൻഡ് ഐ ആം റിയലി ഹാപ്പി ജനങ്ങൾ ഇത്രയധികം പ്രതികരിക്കുന്നത്. നിയമ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണം. കാരണം മുൻപ് അവൻ ചെയ്ത ക്രൂരത നമ്മുടെ നിയമം കണ്ടില്ല. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പ്രതികരിക്കണം. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും അതിനു വേണ്ടിയിട്ട് ശക്തമായി തന്നെ പ്രതികരിക്കുക. അവന് തക്കതായ ശിക്ഷ തന്നെ അതിന് കിട്ടുകയും വേണം. സോ എനിവേ, ഒരു കുട്ടിയുടെ കാര്യത്തിൽ കെയർ ചെയ്യുന്നതിനെക്കുറിച്ച്, ഒരു ഗുഡ് പാരൻ്റ് ആവുന്നതിനെക്കുറിച്ച് നിങ്ങൾ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുക. പിന്നെ ഇതൊക്കെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറേയൊക്കെ. പരമാവധി ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളത് അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.